ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പം മിലിയോ ഭയങ്കര സന്തോഷത്തിലൂടെ ഇങ്ങനെ കളിക്കുന്നല്ലുണ്ട്. പക്ഷെ മിലിയോനെ അറിയില്ല നമ്മൾ മിലിയോനെ നമ്മൾ സ്കൂട്ടാക്കാൻ പോവാണ്. അപ്പം ഇന്ന് നമ്മളുടെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തലശ്ശേരിയിൽ ഒന്ന് പോകണം. താജുദ്ദീൻ ക്ലിനിക്കിൽ പോയിട്ട് ഒന്ന് ഫേസൊക്കെ ഒന്ന് ശരിയാക്കാണ്ട് നമ്മുടെ സ്കിന്നിൻ്റെ ഹെയറിൻ്റെ ട്രീറ്റ്മെൻറ്റിന് നമ്മൾ പോകുന്നത് താജുദ്ദീൻ ക്ലിനിക്കിലാണ്. തലശ്ശേരി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അവിടെ പോയിട്ട് നമ്മൾ ഈ ഹൈഡ്രാ ഫേഷ്യലും ഗ്ലൂട്ട അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പം മിലിയോനെ നമ്മൾ പോകുന്നതിനെ കണ്ടുകൊണ്ടിട്ട് മിരീൻ്റെ വീട്ടിലൊക്കെ മിലിയോനെ കൂട്ടിപ്പോയി കഴിഞ്ഞാൽ അവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടാകും. മിലിയോനെ ഉറങ്ങണം, തിന്നണം. അതുകൊണ്ട് മിലിയോനെ നമ്മൾ കൂട്ടില്ല. ആദ്യം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, മിലിയോനെ റെഡിയാക്കാൻ പോവാണ്. മിരീസ് ഡേ. പിന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മളെ വീടിൻ്റെ ഡിസ്കഷനായിട്ട് നമുക്ക് കെൻസ് ബിൽഡേഴ്സിൽ പോകണം, അവിടെയും ചെക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ആ ഫുള്ള് ഡേ ആണ് നമ്മൾ ഇന്നത്തെ വ്ളോഗിൽ കാണിക്കാൻ. നമുക്കത് മിലിയോൻ ഒന്ന് റെഡിയാക്കിയാലോ. അപ്പം മിലിയോനെ നമ്മൾ റെഡിയാക്കുമ്പോൾ നമ്മുടെ ഫേവറേറ്റ് സാധനം നമ്മൾ ആദ്യം മിലിയോനെ സെറ്റാക്കുക. നമ്മുടെ ഫേവറേറ്റ് അല്ല, മിരി നീ ഇടാറുണ്ട് ഇത്? ഞാനും ഇടാറില്ല. മിലിയോൻ്റെ ഫേവറേറ്റ്, മിലിയോൻ്റെ കംഫർട്ടബിൾ ഡയപ്പറാണ്. ലവ് ലാബിൻ്റെ സുപ്രീം ഡയപ്പറാണ് മിലിയോൻ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ വരുന്നവരെ മിലിയോൻ ഹൈജീനിക്കായി നല്ല ഇറിറ്റേഷനൊന്നും കൂടാതെ നിൽക്കാൻ വേണ്ടിയിട്ട് ഈ ലവ് ലാബിൻ്റെ സുപ്രീം ഡയപ്പർ പാൻസ് നമ്മൾ ഇട്ട് കൊടുക്കും. ഇത് ലാർജ് സൈസാണ് മിലിയോൻ ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് 62 പാഡ്സ് ഉണ്ടാകും. നമ്മളെല്ലാ വ്ളോഗിൽ ഇത് കാണിക്കാറുണ്ട്. ഇത് കാണിക്കുക വെച്ചാൽ കുട്ടികളുള്ള ആൾക്കാർക്ക് വാങ്ങാൻ വേണ്ടിയിട്ടൊക്കെയാണ്. കുട്ടികൾക്ക് ഇറിറ്റേഷനും ചൊറിച്ചലും കാര്യങ്ങളും ലീക്കേജ് ഒന്നും ഉണ്ടാവില്ല. അത് ഇടുന്നത് നമ്മളൊന്ന് കാണിച്ചു തരാം. അങ്ങനെ മിലിയോന്റെ ഡയപ്പർ ഇട്ട് കൊടുത്ത് മിലിയോന്റെ ശുശാമണിയൊക്കെ കാണുന്നതുകൊണ്ട് നമ്മളത് കാണിക്കാറുണ്ട്. അപ്പൊ ഇതാണ് ഗൈസ്, ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. ഇതാണ് മിലിയോന്റെ ലവ് ലാപ്പിന്റെ ഡയപ്പർ. ഇതുണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലാസ്റ്റിക് ആണ്. ഇവിടെയൊക്കെ ലാസ്റ്റിക് ഉള്ളത് കൊണ്ട് ചെക്ക ഇവിടെ ലാസ്റ്റിക് ഉള്ളത് കൊണ്ട് ഇവിടുന്ന് ഒന്നും ലീക്കേജും കാര്യങ്ങളൊക്കെ വരില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ കൊണ്ടാണ് ഇത് നിർമ്മിച്ചത്. അമ്മേന്റെ മോന്റെ ഒരു സ്നേഹം പറയണ്ട. അമ്മ ഇപ്പം തേക്കാൻ പോവാണ് മിലിയോനെ മിരീന്റെ വീട്ടിൽ കൊണ്ടാക്കും കേട്ടോ. മിരീന്റെ അമ്മയാണ് നോക്കുക. ഇന്ന് മിരീന്റെ അമ്മക്ക് ലീവാണ്. ട്യൂസ്ഡേ അവർക്ക് ലീവാണ്. എന്നാ വെറ്റ് ഇൻഡിക്കേറ്റർ തിരിച്ചിട്ടെ ഒന്ന് മാറ്റി. ഇതിൽ വെറ്റ് ഇൻഡിക്കേറ്റർ ഉണ്ട്. വെറ്റ് ഇൻഡിക്കേറ്ററിൽ നമുക്ക് ഇത് ഫില്ലായോ ഇല്ലയോ എന്നൊക്കെ വേഗം മനസ്സിലാവും. പിന്നെ കുട്ടികൾക്ക് വളരെ കംഫർട്ട് ആയിരിക്കും. ഞാനിത് പ്രൊമോഷന് വേണ്ടി പറയല്ല, പക്ഷേങ്കില് ബാക്കിയുള്ള ഒരുപാട് ഡയപ്പർ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ മിലിയോന് ഭയങ്കര കംഫർട്ടും അവന് ഇറിറ്റേഷൻ ഒന്നും വരാതെ ഇരുന്ന ഒരു ഡയപ്പർ ലവ് ലാപ്പിന്റെ ഡയപ്പറാണ് കേട്ടോ. ഓക്കെ ഗായ്സ്, അപ്പൊ നമ്മളിങ്ങനെ താജുദ്ദീന്റെ അടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം മിലിയോനെ നമ്മള് സുരക്ഷിതമായ കൈകളിൽ ഏൽപ്പിച്ചു. ഇനിയിപ്പോ നമ്മള് നമ്മുടെ XUV 700 ഇരുന്നിട്ട് ഉല്ലസിച്ച് എന്നൊക്കെ ഭയങ്കര ജിമ്മനായാലും ഇപ്പൊ നോക്കി ഭഗവാനെ ഒലക്കാന്ന് ഒലക്കാന്ന് പറഞ്ഞത് ഈണ്ടിട്ട മുള്ളു പോലെ. അപ്പൊ ജിമ്മ് കണ്ടിട്ടില്ല. ഇത് ഏറ്റവും വലിയ ജിമ്മിന് ഇതാണ്. അപ്പൊ മസിലെല്ലാം ഭഗവാനെ സ്റ്റെയറിംഗ് തിരിക്കും വളയും. അപ്പൊ നമ്മള് 2 സ്ഥലത്താണ് ഇന്ന് പോകുന്നത്. നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. നമ്മള് ആദ്യം നമ്മൾ പോകുന്നത് ഡോക്ടർ താജുദ്ദീന്റെ ക്ലിനിക്ക്. നേരത്തെ പറഞ്ഞത് നമ്മുടെ ട്രീറ്റ്മെന്റ് ഒക്കെ അത് കാണിച്ചു തരാം. നിങ്ങൾ കാണും, അടിപൊളി സ്ഥലം. അത് ശരിക്കും മസിൽ ഭയങ്കര. അടുത്തത് അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നത് കെൻസ് ബിൽഡേഴ്സിന്റെ അടുത്താണ് കേട്ടോ. നമ്മൾ ഇടക്കിടക്ക് സ്റ്റോറി ഒക്കെ ഇടുന്നില്ല നമ്മുടെ വീട് പണീന്റെ. അത് ആരും ചെയ്യുന്നത് ആരുടെ ഓഫീസൊന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പം അങ്ങനെ നമ്മൾ താജ് ക്ലിനിക്കിൽ എത്തിയിരിക്കുന്നു. മെരിക്ക് പോയിട്ട് ഡോറ് തുറന്നു കൊടുക്കാൻ രാജകീയമായിട്ട് മെരീനെ കൂട്ടണം നമുക്ക്. എന്നാലും രാജകുമാരി 2 ഭടന്മാര്. ഭടന് നമ്മൾ തുറക്കൊന്നുമില്ല, വേണമെന്നോ. കൺസൾട്ടേഷൻ മാത്രമല്ല, ഇവർക്ക് ഫാർമസിയും കൂടെ ഉണ്ട് കേട്ടോ. ഫാർമസിയിലേക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ വാങ്ങാനും മെഡിസിനൊക്കെ വാങ്ങാനും പറ്റും. ഗൈസ്, അപ്പം ഇതാണ് നമ്മുടെ ക്ലിനിക്കിലേക്ക് പോകുന്ന. നമ്മൾ ക്ലിനിക്കിലെത്തി. നമ്മളെപ്പം വന്നാലും ശരി നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് റൂം. ഇതാണ് നമ്മുടെ ആശേച്ചി. ആശേച്ചി ഒരു ഹായ് പറഞ്ഞേ.
ഗൈസ്, അപ്പം നമ്മളുടെ ട്രീറ്റ്മെന്റ് റൂമിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇതിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണ്, നല്ല അടിപൊളി ട്രീറ്റ്മെന്റ് റൂമാണ് കേട്ടോ. ഇവർക്ക് കുറേ റൂംസ് ഉണ്ട് ഇവിടെയാണ് നമ്മളുടെ ട്രീറ്റ്മെൻറ്റ് ബേസിക്കലി നമ്മൾ ചെയ്യാറ്. കാരണം ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അടിപൊളി സാധനം. കാരണം ഈ ചെയറിൽ ഇരുന്നാൽ നമുക്ക് ബാക്ക് മസാജ് ഒക്കെ കിട്ടും, ഓട്ടോമാറ്റിക് ബാക്ക് മസാജ്. ഞാനും മെരി അടിയാണ്, പക്ഷെ ഏറ്റവും കൂടുതൽ കാരണം മെരി കടന്നിട്ടാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. മെരീൻ്റെ ബെഡ് അതാണ്, റിലാക്സ് ചെയ്തിട്ട് മെരി ചെയ്യുന്നത്. ഞാനിവിടെ നിന്ന് ബാക്ക് മസാജ് ഒക്കെ എടുത്ത് അടിപൊളി ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യാൻ വരാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ് കേട്ടോ ഇവിടെ. തലശ്ശേരി, കാലിക്കറ്റ്, കാസർഗോഡ്, കണ്ണൂരൊക്കെ ഉള്ള ആൾക്കാരൊക്കെ സ്കിന്നിനും ഹെയറിനുള്ള എല്ലാ ട്രീറ്റ്മെൻറ്റും ചെയ്യാം. നിങ്ങളെ ബ്രൈഡൽ ട്രീറ്റ്മെൻറ്റ്സ് ആയാലും ഗ്ലൂട്ടാത്തയോൺ ആയാലും വാട്സ് റിമൂവൽ, ലേസർ ട്രീറ്റ്മെൻറ്റ്സ്, പിന്നെ കുറേ അധികം ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട് ഇവിടെ. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സും ആൾക്കാരാണ് ഇവിടെ. ഡോക്ടർ താജാണ് ഇതിൻ്റെ ഓൺട്രപ്രണർ. അപ്പോൾ ഗൈസ്, മെരിയുടെ ട്രീറ്റ്മെൻ്റ് ആണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി അവിടെ ഇരിക്കുന്നത് അപ്പം മെരിയുടെ മെഡിസിൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇന്ന് IV ആണ് മെരി ചെയ്യാൻ പോകുന്നത്. ഓൾ സെറ്റ് ടു ഗോ ഫോർ ദ ട്രീറ്റ്മെൻറ്റ്. ബട്ട് മെരിക്ക് എപ്പോഴും സൂചി കുത്തുമ്പോൾ വളരെ വളരെ പേടിയാണ്. ആചാരമായിട്ട് കാണുന്നതാണ് മെരി. യു റെഡി? എന്നാ ഹോസ്പിറ്റലിൽ പോയി ആയുധമൊക്കെ ഇട്ട് ഞരമ്പ് കിട്ടാണ്ടൊക്കെ ഇരിക്കില്ലേ, അതെന്താന്ന് വെച്ചാല് നമ്മുടെ ശരീരത്തിൽ വാട്ടർ ലെവൽ കുറവാകുമ്പോഴാണ് ഈ ഞരമ്പ് കുഞ്ഞായിട്ട് വരിക. അപ്പം ഈ നമ്മുടെ പക്ഷേ എങ്കിൽ ഇന്ന് എനിക്ക് ഞരമ്പ് കിട്ടൂലെന്ന് വെച്ച് കഴിഞ്ഞാൽ പേടിക്കണ്ട. നമ്മൾ കൂടെ ഒരു ഞരമ്പനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞരമ്പൻ ഇൻഫോർമേറ്റീവ് വീഡിയോ പറയും, നിങ്ങൾ അത് ഓക്കെ നന്നായിട്ട് വെള്ളം കുടിച്ചാൽ മാത്രമേ നമ്മളുടെ ശരീരത്തിൽ വാട്ടർ ലെവൽ കൂടി നമ്മളെ ഇന്ന് ഞരമ്പ് പുറത്ത് വരും. എനിക്ക് ഞരമ്പ് കിട്ടൂല. കിട്ടി എത്ര വേഗം? ഓ, ഇതാണ് പറയുന്നത്, വെള്ളമൊക്കെ നല്ല വൃത്തിയിൽ കുടിക്കണമെന്ന്, അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും. ഇനി ഒന്ന് ഒച്ചൊന്നും എടുത്തിട്ടില്ല, വീഡിയോ എടുക്കുന്ന ഡീസന്റ്. ശരീരത്തിന് വേണ്ട എല്ലാ സാധനങ്ങളും 1 by 1 നമ്മൾ കുത്തിക്കയറ്റും. അപ്പോൾ മെരീൻ്റെ ബെഡിൽ കാണുമ്പം എനിക്ക് ഓർമ്മ വരുന്നത് മെരീൻ്റെ പ്രഗ്നൻസി ടൈമിൽ മെരി പ്രഗ്നൻ്റ് കിടക്കുമ്പോൾ ഇങ്ങനെ മെഡിസിനൊക്കെ എടുത്തതായിരുന്നു. പക്ഷെ ഇതങ്ങനെയൊന്നല്ല, ഇത് നമ്മുടെ ട്രീറ്റ്മെൻറ്റാണ്. അപ്പം ഇത് നമ്മുടെ ഏകദേശം ഒരു 5ാമത്തെ സിറ്റിംഗ് ആയിട്ടാണ് തോന്നുന്നത് മെരി. ഇതൊക്കെ ഡിപ്പെൻഡ്. ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ ട്രീറ്റ്മെന്റ് ഒക്കെ താജ് ക്ലിനിക്കിൽ എടുക്കണമെങ്കിൽ നിങ്ങൾ വന്നിട്ട് ഒരു ഓൺലൈൻ കൺസൾട്ടേഷൻ ഉണ്ട്. ഇങ്ങോട്ട് ഓൺലൈൻ കൺസൾട്ടേഷൻ ഉണ്ട്. പിന്നെ ഇവിടെ വന്നിട്ട് കൺസൾട്ട് ചെയ്യാം. അപ്പം നിങ്ങളുടെ ഹെയറും സ്കിന്നിനൊക്കെ അനുസരിച്ചുള്ള പാക്കേജും കാര്യങ്ങളും മെഡിസിനും ഒക്കെ മാറ്റമായിരിക്കും. അപ്പോൾ കുറേ ആൾക്കാർ നമ്മളോട് ചോദിക്കാറുണ്ട് ട്രീറ്റ്മെൻറ്റിൻ്റെ പേയ്മെൻറ്റ് എത്രയാണ്, പാക്കേജ് എങ്ങനെയാണ്, പ്രൈസ് എങ്ങനെയാണ്. അത് നമ്മൾ പറയാത്തത് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റായിപ്പോണ്ട. അതുകൊണ്ട് താജ് ക്ലിനിക്കിൽ നിങ്ങൾക്ക് വിളിക്കാം, ഫോൺ നമ്പർ ഞാൻ കൊടുക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ വന്നിട്ട് ഡയറക്റ്റ് വന്നിട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഗൈസ്, അങ്ങനെ നമ്മുടെ കെൻസ് നമ്മൾ കുറേ പ്രാവശ്യം പറഞ്ഞിട്ട് കെൻസിന്റെ ഓഫീസ് ഒന്നും നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതാണ് കെൻസിന്റെ തലശ്ശേരിയിലുള്ള ഓഫീസ്. ഇവർക്ക് ദുബായിലുണ്ട്, ഇപ്പൊ ബാംഗ്ലൂരിൽ തുടങ്ങിയിട്ടുണ്ട് അല്ലേ, ബാംഗ്ലൂർ തുടങ്ങാം. ഇതാണ് കെൻസ്. അപ്പൊ നമുക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഓഫീസ് റൂമിൽ നിന്ന് മുഴുവനായിട്ട് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഈ കുഴിമന്തി, ബിരിയാണി, അങ്ങനെ പൊരിച്ച കോഴി എന്നൊക്കെ പറയുന്ന പോലെ ഈ ടേബിളിൽ വെച്ച് നമുക്ക് ഇവർ നിരത്തിയിട്ടില്ല നമ്മുടെ ഹോം ബിൽഡിങ്ങിന് ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് മെറ്റീരിയൽസിന്റെ ഡീറ്റെയിൽസ് ആണ് കേട്ടോ. ഇതൊന്നും നമ്മൾ തുറന്നു നോക്കിയില്ല. ഇവരുടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ട് ഓടി നടക്കുകയാണ് ഈ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇവർ വന്നിട്ട് നമുക്കിത് മുഴുവനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് ഒന്ന് കാണിച്ചു കൊടുത്തേ. അപ്പൊ ഇവിടെ ഇപ്പൊ കാണിച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്റീരിയറിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഡിസൈൻസിന്റെയും പാറ്റേൺസും, സോഫയുടെ പാറ്റേൺസ്, വാൾസ് ഉണ്ടത്, പിന്നെ മെറ്റീരിയൽസ് ഇതൊക്കെ നമുക്ക് ചൂസ് ചെയ്യാം. അവരൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. എന്നിട്ട് നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് അതിനനുസരിച്ച് ചൂസ് ചെയ്യാം. അപ്പൊ അതിനുള്ള എല്ലാ മെറ്റീരിയൽസ് ഇവിടെ അവര് നടത്തിയിട്ടുണ്ട്.
നമുക്ക് 1 by 1 പോയാലോ? എന്തായാലും ഓഫീസ് റൂം ഒക്കെ ഓർമ്മ വരുന്നു. ഞാനും ഈ ഒരു റൂം കണ്ടപ്പോ ശരിക്കും പറഞ്ഞാൽ എന്റെ കോൺഫറൻസ് റൂം പോലെ തോന്നി. എല്ലാ സമയം ഞാനായിരുന്നു പ്രസന്റ് ചെയ്യാറ്. ഇന്ന് ആരാണ് പ്രസന്റ്? സുഹൈമായിരിക്കും അല്ലേ? ആരാന്ന് അറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. കുറെ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് എനിക്കൊരു ടെൻഷൻ. എനിക്ക് ഇത്രയും കാര്യങ്ങളുണ്ട്, ഇതിൽ ഏത് ചൂസ് ചെയ്യാം, എങ്ങനെ ചൂസ് ചെയ്യാം. പക്ഷേ നമ്മുടെ ബജറ്റും കാര്യങ്ങളൊക്കെ അനുസരിച്ചായിരിക്കും നമ്മുടെ ഓരോരുത്തരും വീഡിയോ എടുക്കുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഡീറ്റെയിലിംഗ് ആയിരിക്കും എന്തായാലും ചൂസ് ചെയ്യാം. എനിക്ക് എന്തായാലും നല്ല ആകാംക്ഷയുണ്ട്. എന്നാ കുറച്ച് ടെൻഷനുണ്ട് അല്ലെങ്കിൽ കാരണം ഇതിനെ കുറിച്ച് ABCD എനിക്കറിയില്ല. ഇവര് പറഞ്ഞു തരുമ്പോഴാണ് ഇത് ഇങ്ങനെയാണ് ഇത് അങ്ങനെയാണെന്നൊക്കെ ഓരോരോ കാര്യങ്ങൾ ഓരോ ദിവസം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമുക്ക് കണ്ടു നോക്കാം. എന്തായാലും വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാം. കോൺഫറൻസ് റൂമിൽ വന്നപ്പോൾ എനിക്ക് ഏറ്റവും സർപ്രൈസ് ആയൊരു കാര്യം ഞാൻ കാണിച്ചത്. അവിടെ ഇതിൻ്റെ ഉള്ളിൽ പോകേണ്ടി വരുമല്ലോ. ഇത് ഇവരുടെ പ്രോജക്റ്റ് നമ്മൾ ഇനോഗ്രേറ്റ് ചെയ്തപ്പോൾ എടുത്ത ഫോട്ടോ ആണ്. ഇതിലൂടെ കണ്ടപ്പോൾ ഒരു സന്തോഷം. ഗൈസ്, അപ്പം നമ്മൾ ഇന്നത്തെ പ്രധാന വർക്ക് എന്ന് പറഞ്ഞാൽ കെൻസ് ബിൽഡേഴ്സിൻ്റെ ഓഫീസിൽ പോയിട്ട് നമ്മുടെ വീടിൻ്റെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും മെയിൻലി ഇൻറ്റീരിയർ ഡിസ്കഷനും ഫർണിച്ചർ ലേ ഔട്ട് ചെക്കിങ്ങും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇൻറ്റീരിയർ ഡിസൈൻസിൻ്റെ നമ്മൾ കളർ പാറ്റേൺ ചെക്ക് ചെയ്യുന്ന കളർ തീമിൻ്റെതും ഫർണിച്ചർ ലേ ഔട്ട് ഡിസ്കഷനും ഒക്കെയാണ്. അപ്പം അതിൻ്റെ എൻജിനീയേഴ്സും ആൾക്കാരും ഡെവലപ്പേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയൊരു ഡ്രീമാണ്. അപ്പം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇൻറ്റീരിയറും ഡിസൈനും കളർ തീമും ഒക്കെ ഡിസ്കസ് ചെയ്ത് സെലക്ട് ചെയ്യാൻ പറ്റി വളരെ എക്സൈറ്റഡ് ഹാപ്പി ആയിരുന്നു. അപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ ഡ്രീമൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കെൻസ് ബിൽഡേഴ്സിനെ കോൺടാക്ട് ചെയ്യാൻ നമ്പറൊക്കെ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ വീട് പെട്ടെന്ന് തന്നെ ആകാൻ എല്ലാവരും പ്രാർത്ഥിക്കുക. താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും ഡീറ്റെയിൽ ഉണ്ടെങ്കിൽ ചോദിക്കാനും